ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിൽമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള മാച്ച് എന്ന ഒരു അടിപൊളി സൈക്കോകൾ മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് അടക്കാം. വാ. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെണ്ണിനെ അവളുടെ കൈയും കാലെല്ലാം കെട്ടിവെച്ച് ഒരാൾ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. ഇതാരാ, എന്തിനെങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഒരുത്തൻ അവിടെയുള്ള ഒരു മുറിയിൽ നിന്ന് കതക് തുറന്ന് പുറത്തു വരും. അവനെ കണ്ടതും ഇവൾ പേടിച്ച് പതറി ബഹളം വെക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇതാണ് നമ്മുടെ ഹീറോയിൻ, പേര് പൗള. ഇവള് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഡേറ്റിങ്ങിനോ വേണ്ടി അവരവർക്ക് അനുയോജ്യമായ ജോഡികളെ തിരഞ്ഞെടുക്കാൻ നിറയെ ആപ്സ് അവിടെയുണ്ട്. അതുപോലെ ഒരു വിധപ്പെട്ട നിറയെ ആപ്സ് അവളുടെ മൊബൈലിൽ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ഇന്നേരം അത് ഓപ്പൺ ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട 3 പേരെ സെലക്ട് ചെയ്യും. അവർ മീറ്റ് ചെയ്യാൻ ഹോട്ടലിലേക്ക് ചെല്ലും. അതിലാദ്യം വന്നവൻ ചറ പറന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതവൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. നെക്സ്റ്റ് വന്നവൻ അവൻ്റെ ആദ്യ ലവർ ഏതോരത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അതേപ്പറ്റി നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കും. ഈവൻ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന് വെച്ച് അവനെ മൊത്തത്തിൽ അവൾക്ക് നെഗറ്റീവ് അടിക്കും. നെക്സ്റ്റ് 3-ാമത്തെ ആള് അവനൊരു മിലിറ്ററിക്കാരനാണ്. അവൻ വന്നപ്പോൾ തൊട്ട് AK-47ൻ്റെയും പട്ടാളത്തിൽ അവൻ ചെയ്ത ധീര കഥകളെയും പറ്റി അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു പെണ്ണിനെ കാണാൻ വന്ന് അവരവരുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പങ്കുവെക്കാതെ ഇതുപോലെ കഥ പറഞ്ഞിരിക്കുന്ന അവനെയും അവൾക്ക് പിടിക്കില്ല. അടുത്ത ദിവസം കാലത്ത് അവൾ ഒരു പാർക്കിലിരുന്ന് ബണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് വന്നത് കണ്ട് സന്തോഷമില്ലാതെ എടുത്തു നോക്കുമ്പോൾ അതിലൊരു മോശപ്പെട്ട ഫോട്ടോ ആണ് അയച്ചിരിക്കുന്നത്. ആ പിക്ചർ കണ്ടതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ബണ്ണ് പോലും പിന്നീട് അവൾക്ക് കഴിക്കാൻ തോന്നില്ല. അത്രയ്ക്കും മോശപ്പെട്ട ചിത്രമായിരിക്കും അത്. തിരിച്ച് വീട്ടിലെത്തി അവള് ആ ആപ്പിൽ കയറി ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാം. ആർക്കാണെന്നറിയില്ല. അതേസമയം അവളുടെ അനിയത്തി, അവളുടെ പേര് മരിയ, അവിടെ വന്നിട്ടുണ്ട്. നോക്ക് ചേച്ചി, ഇപ്പൊ നേരിട്ട് കണ്ട് സംസാരിച്ച് ഡേറ്റിങ്ങിന് പോകുന്നവർക്ക് വരെ വലിയ വലിയ പ്രശ്നങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോഴാണ് നീ ഫോൺ വഴി പരിചയപ്പെട്ട ആളുടെ കൂടെ ഡേറ്റിങ്ങിന് പോകാൻ നോക്കുന്നത്. ഇങ്ങനെ പരിചയപ്പെട്ടവൻ നല്ലവനാണോ അതോ മോശക്കാരനാണെന്ന് അറിയാൻ സാധിക്കില്ല. ഒരു പക്ഷേ സൈക്കോ ആണെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതൊക്കെ പറഞ്ഞ് ഇവൾ ആർക്കാ മെസ്സേജ് അയക്കുന്നതെന്ന് നോക്കാൻ ടക്കെന്ന് അവളുടെ ഫോൺ തട്ടിപ്പറിച്ച് മരിയ വാങ്ങി നോക്കും. കാണാൻ തരക്കേടില്ലാത്ത നല്ലൊരു ചെറുക്കൻ. അവന്റെ പേര് ഹെൻറി. പയ്യനെ കാണാൻ കുഴപ്പമൊന്നുമില്ല ചേച്ചി, പക്ഷേ ഇവന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതേസമയം ഇവരുടെ അപ്പ ഫോൺ ചെയ്യും. അപ്പയോട് ചേച്ചി ഹെൻറിക്ക് ചാറ്റ് ചെയ്ത കാര്യം മരിയ പറയും. ഇവരുടെ അപ്പയ്ക്ക് കണ്ണ് കാണില്ല. അതും പോരാതെ അദ്ദേഹത്തിന് ഒട്ടും വയ്യ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുക. നാളെ ഒരു സർജറി ഉണ്ട്. നാളെ എനിക്ക് ഓപ്പറേഷനാണ്. നിങ്ങൾ രണ്ടുപേരും നാളെ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കും. അടുത്ത ദിവസം എഴുന്നേറ്റ ഉടനെ പൗളോ ഹെൻറിക്ക് വീഡിയോ കോൾ ചെയ്യും. അവനും കോൾ അറ്റൻഡ് ചെയ്യും. ഇവൾക്ക് ഭയങ്കര സന്തോഷമാകും. ഇതുവരെയും ചാറ്റ് ചെയ്യാൻ മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാനല്ലേ പോകുന്നതെന്നുള്ള സന്തോഷത്തിൽ ഹായ് എല്ലാം പറഞ്ഞ് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ഉടനെ ഇവളുടെ അടുത്ത് ഇവളുടെ പേര് കേൾക്കും. അങ്ങനെ അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും വീഡിയോ സ്റ്റക്കാകും. എന്താ വീഡിയോ കട്ടായതെന്ന് വിചാരിച്ച് അവൾ അവന് മെസ്സേജ് അയക്കും. പക്ഷേ റിപ്ലൈ ഒന്നും വരില്ല. കുറച്ച് സമയം കഴിഞ്ഞ് സോറി, ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാന്നൊക്കെ പറയും. ഇപ്പോഴാണ് ഹീറോയിന് ശ്വാസം നേരെ വീണത്. ഉടനടി അവൾ നമുക്ക് മീറ്റ് ചെയ്താലോ? എവിടെ? പാർക്കോ, ഹോട്ടലോ, ബീച്ചാ, എവിടെയാ വേണ്ടത്? ഇന്നേരം അവനൊരു വീടിൻ്റെ അഡ്രസ്സ് അവൾക്ക് കൊടുക്കും. പിന്നെ ഒന്നും നോക്കിയില്ല, പൗള അന്ന് രാത്രി അവൻ തന്ന അഡ്രസ്സിലേക്ക് വച്ചു പിടിക്കും. ആ വീട്ടിലെത്തിയ പാടെ കോളിംഗ് ബെല്ലടിച്ച് അവൻ വാതിൽ തുറക്കൊന്നും പ്രതീക്ഷിച്ച് അവൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്ത് ചെയ്യാൻ? അവളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് വയസ്സായ ഒരു ആൻറ്റി വന്ന് വാതിൽ തുറക്കും. ഹായ് ആൻറ്റി, ഹെൻറി ഇവിടെയുണ്ടോ? ഓ ഹെൻറി, അവനിവിടെ ഇല്ല, പുറത്തു പോയേക്കാം, കുറച്ചു നേരം കഴിഞ്ഞാൽ വരും. മോളകത്ത് കയറിയിരിക്കേ. ആദ്യമൊന്ന് ഇവളകത്ത് കയറാൻ മടിക്കും. എന്തിനാ മോളെ മടിക്കുന്നേ? ഞാൻ ഹെൻറിയുടെ അമ്മയാ. മോൾ അകത്ത് കയറിയിരിക്കേ. അങ്ങനെ അവളും അകത്ത് കയറിയിരിക്കും. അവൾ അകത്ത് കയറിയിരുന്ന ഉടനെ അമ്മ അവൾക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുക്കും. അവളും അതെടുത്ത് കുടിക്കും. അതേസമയം അമ്മ ഇവളെ പറ്റി ചോദിച്ചറിയും. ഒന്നും രണ്ടല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങൾ അവൾക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഉടനെ അവൾ ഹെൻറിക്ക് മെസ്സേജ് അയക്കും. അയ്യോ, എനിക്ക് നിന്റെ അമ്മയുടെ സംസാരം ഒട്ടും സഹിക്കുന്നില്ല. നീ ഇത് എവിടെയാ? വേഗം വാ. ഇപ്പൊ ഇവൾ അയച്ച മെസ്സേജ് അത് അവൻ്റെ അമ്മയുടെ ഫോണിലേക്കാണ് വരിക. ഇതെന്താ താൻ ഹെൻറിക്ക് അയച്ച മെസ്സേജ് അവൻ്റെ അമ്മയ്ക്ക് പോകുന്നത്? അവൾ വീണ്ടും ഒരു മെസ്സേജും കൂടി അവൻ അയക്കും. മെസ്സേജ് സെൻഡ് ആയതും അമ്മ അതെടുത്ത് നോക്കും. ഇതോടെ അവിടെ മുഴുവൻ അവൾക്ക് ഡൗട്ട് അടിക്കും. അതേസമയം ഇവളുടെ കണ്ണടഞ്ഞു പോകാൻ തുടങ്ങി. നേരത്തെ അമ്മ അവൾക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുത്തില്ലേ, അതിലെന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടെ അവളുടെ ബോധം മറഞ്ഞു പോകും. ഇതുവരെയും പാവത്തെ പോലെന്ന അമ്മയുടെ ഒരു കൊലച്ചിരിയുണ്ട്. അതൊരു ഒന്നൊന്നര ചിരിയാ. അമ്മ ഇവളുടെ കൈയും കാലെല്ലാം കെട്ടി വീൽ ചെയറിലെത്തി പോകുക. ഈ ഒരു കാഴ്ച ഇതിനു മുൻപ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ മറ്റൊരു പെൺകുട്ടിയെ വീൽ ചെയറിലിരുത്തി തള്ളിക്കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? അത് തന്നെ
ഇപ്പോൾ ആരാ ആ പെൺകുട്ടിയെ തള്ളിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അമ്മ ഹീറോയിനെ വീൽ ചെയറിലെത്തി മറ്റൊരു മുറിയിൽ കൊണ്ടാക്കി വാതിലടച്ചു പോകും. ഇന്നേരം ആ മുറിയുടെ ഒരു വശത്തു നിന്ന് ഒരുത്തൻ റോസാപ്പൂവും പിടിച്ച് നടന്നു വരും. ആരാതെന്ന് വെച്ച് നോക്കിയാൽ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന വളരെ വികൃതമായിട്ടുള്ളൊരു രൂപം. അവൻ്റെ മുതുകിൽ ഒരു കൂനുണ്ട്. ഇവൻ്റെ ഈ രൂപം കണ്ട് അവൾ പേടിച്ച് അലറാൻ തുടങ്ങി. സിനിമയുടെ തുടക്കത്തിൽ ആ പെണ്ണ് കണ്ട് പേടിച്ചതും ഇവനെ തന്നെയാണ്. ഈ ചെറുക്കൻ അവളെ കണ്ടതും ടക്കെന്ന് അവൻ്റെ പാൻറ്റൂരി ഇവളെ റേപ്പ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കും. ഇവൻ്റെ ശരീരം കണ്ടതും ഹീറോയിന് ഛർദ്ദിക്കാൻ വരും. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ മുൻപോട്ട് നടന്നു നീങ്ങി. ഇപ്പോൾ ഇവൻ തൊട്ടടുത്ത് എത്താറായതും അവൾ വാ എന്ന് പറഞ്ഞ് ഛർദ്ദിക്കും. ഇവൻ അവൾ ഛർദ്ദിച്ചതിൽ കാല് വെച്ചതും പതുക്കൊന്ന് കട്ടിലെ എന്തിലോ തല അടിച്ച് താഴെ വീഴും. ഇത് കണ്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കര സന്തോഷമാകും. അതേ നേരം ഇതാണ് രക്ഷപ്പെടാനുള്ള സമയം എന്ന് വിചാരിച്ച് ഇവൾ വീൽ ചെയറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടും. അതോടെ വീൽ ചെയർക്ക് തന്നെ അവൾ വീഴും. വീഴ്ചയിൽ ഒരു കൈ കെട്ടിവെച്ചിരിക്കുന്ന കമ്പി പൊട്ടിപ്പോയി. ശേഷം ആ കൈ ഉപയോഗിച്ച് ബാക്കിയുള്ള കൈയിലും കാലിലും കെട്ടെല്ലാം അവൾ അഴിച്ചെടുക്കും. എല്ലാറ്റിനും ശേഷം അവനെ അടിച്ച് കൊല്ലാൻ കമ്പിയെടുത്ത് ഓടിവരും. പിന്നെ എന്തു തോന്നിയെന്ന് അറിയില്ല, അവൾ അവനെ വെറുതെ വിടും. റൂമിൻ്റെ ഡോറ് ലോക്കാക്കിയിട്ടുണ്ടാകും. അത് അവൾ കമ്പി ഉപയോഗിച്ച് അട്ടിച്ച് പൊട്ടിച്ച് പുറത്ത് കിടക്കും. പുറത്ത് നിറയെ മുറികളുണ്ട്. അത് ഓരോന്നും തട്ടി നോക്കും, തുറക്കാനും ട്രൈ ചെയ്യും. പക്ഷെ തുറക്കില്ല. ഇവൾ നടന്നു പോകുന്ന വഴി എലിയെ പിടിക്കാനുള്ള കെണികളൊക്കെ വച്ചിട്ടുണ്ട്. പക്ഷെ ഇവൾ അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നതും അറിയാതെ ഇവളുടെ കാല് ആ ട്രാപ്പിൽ ചക്ക് നടയും. അവളുടെ 5 വിരലും അതിൽ അമ്പി പോകും. ഒരു വിധേന വേദന സഹിച്ച് ട്രാപ്പിൽ നിന്ന് കാല് വലിച്ചൂരിയെടുത്ത് പതുക്കെ ഞെണ്ടി നടന്ന് മറ്റൊരു മുറിയിലെത്തി. ആ മുറി മുഴുവൻ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അവിടെ മൊത്തം അരിച്ചു പെറുക്കി നോക്കിയപ്പോൾ ഷെൽഫിൽ നിന്ന് കാലിൽ കെട്ടിവെക്കുന്ന തുണിയെല്ലാം കിട്ടും. ആ തുണി ഉപയോഗിച്ച് അവളുടെ കാലെല്ലാം കെട്ടിവെക്കും. ഇപ്പുറത്തെ സൈക്കോ അമ്മ നല്ല ജോളിയായിട്ട് TV കണ്ടുകൊണ്ടിരിക്കാം. കുറച്ചു നേരത്തിന് ശേഷം മകൻ അവൻ്റെ ജോലിയെല്ലാം തീർത്തിട്ടുണ്ടായിരിക്കുന്ന സന്തോഷത്തിൽ അവന് കഴിക്കാനായിട്ട് ജ്യൂസും മറ്റ് ഐറ്റംസൊക്കെ എടുത്തിട്ട് അവൻ്റെ മുറിയിലേക്ക് വരും. കതക തുറന്ന് അമ്മ കാണുന്ന കാഴ്ച മകൻ്റെ അയ്യോ അമ്മച്ചി എന്നുള്ള കിടപ്പ. ഇത് കണ്ട് അമ്മ ആകെ ഞെട്ടി തരിച്ചുപോയി. അവൾ ഓടി വന്ന് അവന് തട്ടി വിളിക്കും. അതേ നേരം അമ്മച്ചി താഴെ പാത്രം ഇട്ട ശബ്ദം കേട്ട് ഹീറോയിൻ ഞെട്ടി. അമ്മച്ചി സൈക്കോന്റെ മുറിയിലെത്തിയ കാര്യം അവൾക്ക് പിടികിട്ടും. അമ്മച്ചി മകനെ ചവിട്ടിയും കുത്തിയൊക്കെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. ഒരു വിധന അവനെ താങ്ങി പിടിച്ച് നമ്മുടെ ഹീറോയിൻ ഒളിഞ്ഞിരിക്കുന്ന അതേ മുറിയിലേക്ക് എത്തും. ഇവന്റെ തലയിലെ മുറിവ് കെട്ടിവെക്കാനായി ഹീറോയിൻ തുണിയെടുത്ത അതേ ഷെൽഫിൽ നിന്ന് സൈക്കോ അമ്മയും തുണിയെടുക്കും. അതേ അലമാരയിലാണ് പൗള ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ സൈക്കോ അമ്മ തുണിയെടുത്ത് കൊണ്ടുപോയി അവന്റെ മുറിവിൽ കെട്ടിവെക്കും. ശേഷം മോനെ, നിന്നെ ദ്രോഹിച്ച അവളെ വെറുതെ വിടാൻ പാടില്ല. അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി ക്രൂരമായിട്ട് അവളെ നീ പിടിച്ചെടുക്കണം എന്ന് പറയും. ഇവർ ഈ പറയുന്നതെല്ലാം ഹീറോയിൻ ഷെൽഫിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ അമ്മയും മകനും ആ മുറി വിട്ട് പുറത്തു പോകും. അതേ നേരം നോക്കി ഹീറോയിനും അവിടുന്ന് പുറത്തേക്ക് കടക്കും. പോകുന്ന വഴിയിലുള്ള എല്ലാ മുറിയും അവൾ തുറക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു മുറി തുറക്കും. അത് മുഴുവൻ ഇരുട്ടാ. ഇവളുടെ കയ്യിൽ തീപ്പെട്ടിയുണ്ട്. അത് കത്തിച്ച് അവിടെ മുഴുവൻ ചുറ്റി കണ്ണോടിച്ച് നോക്കിയാൽ അവിടെ മുഴുവൻ ഇവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണും. അതായത് ഇവനും ഇവന്റെ അമ്മയ്ക്കും ഇത് തന്നെയാണ് പണിയെന്ന് തോന്നുന്നത്. ക്രൂരമായ രീതിയിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത്. ഇതെല്ലാം കണ്ട് ഇവൾ തരിച്ചു നിൽക്കുന്ന നേരം സൈക്കോ ചെറുക്കൻ ആ മുറിയിലേക്ക് എൻട്രി അടിക്കും. അവനെ കണ്ടയുടനെ അവിടെ ഒരു സ്ഥലത്ത് അവൾ ഒളിഞ്ഞിരിക്കും. അവൻ വന്ന വശം മരിച്ചുപോയ പെൺകുട്ടികളെ എടുത്ത് തോളിലിട്ട് കുലുക്കി അവയ്ക്ക് ജീവനുണ്ടോ നോക്കും. അങ്ങനെ ഓരോ പെൺകുട്ടികളെ നോക്കിയതിനു ശേഷം സൈക്കോ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ടൈമിൽ ഇവളുടെ കാലിലൂടെ ഒരു പാറ്റ കയറി വരും. അത് കണ്ട് അവൾ പേടിച്ച് കരയും. ഇതോടെ എല്ലാത്തിനും ഒരു തീരുമാനമായി. സൈക്കോ ശബ്ദം കേട്ട് തിരിഞ്ഞതും അവൾ അവനെ തട്ടി മാറ്റി രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ നടക്കില്ല. അവൻ അവളെ പിടിച്ച് ഒറ്റയടി. അതോടെ അവൾ താഴെ വീഴും. ഈ സമയം വീണ്ടും അവളെ റേപ്പ് ചെയ്യാൻ അവൻ ഒരുങ്ങി അവൻ അവൻ്റെ പാൻറ് ഊരി ഇവളുടെ പാൻറ് ഊരാനും ശ്രമിക്കും. അയ്യോ, അവളെ ഇപ്പോൾ റേപ്പ് ചെയ്യുന്നു വിചാരിച്ചാൽ അവൾ അവിടെ വഴിയിൽ വെച്ചിട്ടുള്ള എൽക്കണിയിലെ അതൊരെണ്ണെടുത്ത് ഇവൻ്റെ മർമ്മത്ത് അമർത്തി വെച്ച് പോകും. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇതോടെ വേദന കൊണ്ട് അവൻ പിടയാൻ ആരംഭിക്കും. ഇതൊന്നും പോരാതെ കാലുകൊണ്ട് അവനൊരു ചവിട്ടും കൊടുത്ത് ഇവൾ അവിടുന്ന് ഓടി മറ്റൊരിടത്തെത്തും. ഇപ്പുറത്തെ സൈക്കോ ഒരു വിധന അതൊക്കെ എടുത്തു മാറ്റി ഒരു കമ്പിയുടെ ഒരറ്റത്ത് നിറയെ ആണികളൊക്കെ സെറ്റാക്കി വെച്ച് ഒരു കമ്പി വടിയെടുത്ത് അവളെ തേടി വരും. അവൻ വരുന്നത് മനസ്സിലാക്കി ഇവൾ വേഗം ഒരു മുറിയുടെ കതകിൻ്റെ അവിടെ പോയി ഒളിഞ്ഞിരിക്കും. സൈക്കോ നടന്ന് അവിടെ എത്താറായി. സൈക്കോ ഇപ്പം നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിനു മുൻപേ അവൾ ആരോ ആ മുറി തുറന്ന് അതിനകത്തേക്കാക്കി കഥ കടയ്ക്കും. ആരായിരിക്കും എന്ന് വിചാരിച്ചാൽ അത് ഹെൻറി. മനസ്സിലായില്ലേ നമ്മുടെ ഹെൻറിയെ? നമ്മുടെ ഹെൻറിയെ കാണാനാണല്ലോ അവൾ ഈ വീട്ടിലേക്ക് വന്നത്. ഇവന്റെ സ്ഥിതി അതിനും പരിതാപകരമാണ്. ഇവന്റെ 2 കാൽപ്പത്തിയും വെട്ടിയെടുത്തിട്ടുണ്ട്. നടക്കാൻ പറ്റില്ല. ഇവൻ ഇപ്പോഴാണ് ഇവനെ പറ്റിയുള്ള കഥ പറയുന്നത്. ഇവന്റെ പേര് ഹെൻറി എന്നൊന്നുമല്ല.
സൈക്കോ ചെറുക്കൻ്റെ പേരാണ് ഹെൻറി. പക്ഷേ ഇവൻ്റെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും വെച്ചാണ് നിറയെ പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് കൊല്ലുന്നത്. ഇതെല്ലാം കേട്ട് പൗളോയ്ക്ക് ആകെ പേടിയാകും. ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ രണ്ടേ ആൾക്കാരാണുള്ളത്, സൈക്കോയും സൈക്കോയുടെ അമ്മയും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഹീറോയിന്റെ അനുജത്തി മരിയെ കാണിക്കുന്നുണ്ട്. ഇവരുടെ അപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓപ്പറേഷന് പോകുന്നതിന് മുൻപ് തന്റെ 2 മക്കളെയും കാണണമെന്ന്. മരിയ എത്തിയിട്ടുണ്ട്. പക്ഷെ ചേച്ചി ഇത്രയും നേരമായിട്ട് കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവള് ഫോൺ ചെയ്ത് നോക്കും. പക്ഷെ അറ്റൻഡ് ചെയ്യില്ല. ഉടനെ ഇവള് മെസ്സേജ് അയക്കും. അതിനും റിപ്ലൈ ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞ് അതിന് റിപ്ലൈ വരും. റിപ്ലൈ ചെയ്യുന്നത് വേറെ ആരുമല്ല, ആ സൈക്കോ കിളവിയ. ഞാൻ ഭയങ്കര ബിസിയാണ്, ഇപ്പോൾ തൽക്കാലം എനിക്ക് വരാൻ സാധിക്കില്ലെന്ന് പറയും. ഇതെല്ലാം കണ്ട് അനുജത്തിക്ക് ഡൗട്ട് അടിക്കും. ഓൾറെഡി ഇവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. നമ്മുടെ ചേച്ചി എന്തോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും അവൾ വരാത്തതെന്ന് അനുജത്തി ചിന്തിക്കും. ഇപ്പുറത്ത് ഇവർ രണ്ടാളും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവന് 2 കാൽപ്പത്തിയില്ലാത്ത കാരണം കൊണ്ട് നടക്കാൻ സാധിക്കില്ലല്ലോ. ഇവരിപ്പോൾ നിൽക്കുന്ന മുറിയിൽ നിന്ന് 2-3 മുറി അപ്പുറത്തുള്ള മുറിയിലാണ് വീൽ ചെയർ ഇരിക്കുന്നത്. അതായത് ഇവളെ ഇരുത്തി സൈക്കോ കിളവി ഉന്തിക്കൊണ്ടുവന്ന ആ വീൽ ചെയർ നമ്മുടെ സൈക്കോന്റെ മുറിയിലാണുള്ളത്. അതെടുക്കണമെങ്കിൽ ആദ്യം സൈക്കോ ചെറുക്കൻ്റെ ശ്രദ്ധ തിരിക്കണം. അതിനായി ഇവൻ ഒരു ഐഡിയ പറയും. അതായത് 20 സെക്കൻഡിനുള്ളിൽ നീ ആ മുറിയിൽ പോ, നീ പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടേ എന്ന് അവൻ പറയും. ഇവളും 1, 2, 3 എന്ന് എണ്ണീട്ട് മുറിയിലേക്ക് ചെല്ലും. അവൾ ആ മുറിയിലേക്ക് പോയതിനു ശേഷം ഇവൻ കൈ 2 പാത്രം എടുത്ത് ഢമ്മ് ഢമ്മെന്ന് അടിക്കാൻ ആരംഭിക്കും. ഈ ശബ്ദം കേട്ട് സൈക്കോ ചെറുക്കൻ അവിടേക്ക് പാഞ്ഞു വരും. നോക്കുമ്പോൾ ഇവനാണ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കൈയും കാലെല്ലാം വേദനിക്കുന്നു, എനിക്ക് വേഗം വേദനയ്ക്കുള്ള മെഡിസിൻ തായോ എന്ന് പറയും. സൈക്കോ ശരി ഞാൻ പോയി മെഡിസിൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മുറി വിട്ട് പുറത്തു പോകും. അതേ നേരം ഹീറോയിൻ വീൽ ചെയർ എടുത്ത് പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ നടന്നു വരും. ശബ്ദം കേട്ട ഇവരുടെ പ്ലാൻ മൊത്തത്തിൽ ഫ്ലോപ്പ് ആകലേ. അതുകൊണ്ട് ഇവിടെ മരിയ ചേച്ചിയുടെ ഫോണിന്റെ സിഗ്നൽ ഉപയോഗിച്ച് ഈ വീട് കണ്ടുപിടിക്കും. അവൾ വന്നയുടനെ ബുദ്ധിപൂർവ്വം വീടിന്റെ പിൻവശത്ത് വന്ന് നോക്കി. അവിടെ ഒരു ആന്റി നിൽപ്പുണ്ട്. അവളെ കണ്ടയുടനെ മരിയ മറിഞ്ഞു നിന്ന് ആന്റി എന്താ ചെയ്യുന്നതെന്ന് നോക്കും. ആന്റി വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ എടുത്തു വെച്ച ജ്യൂസിലെ എന്തോ കലക്കിക്കൊണ്ടിരിക്കാം. ഇത് കണ്ടതോടെ അവൾക്ക് സംശയം ഇരട്ടിക്കും. ഇന്നേരം അവള് ചേച്ചിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് വന്ന ഉടനെ സൈക്കോ കിളവി ഫോൺ എടുത്തിട്ട് വരും. ഇതോടെ തന്റെ ചേച്ചിയെ ഈ ആന്റി എന്തോ ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഇവൾക്ക് ഉറപ്പാകും. അതേസമയം ഒരുത്തൻ ഇവളുടെ പിറകിൽ വന്നു നിൽക്കും. അത് വേറെ ആരല്ല, ഇവളുടെ ലവർ റയാനാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവൻ കേൾക്കും. ആ ശബ്ദം കേട്ട് സൈക്കോ കിളവി വാതിൽ വഴി പുറത്തേക്ക് എത്തി നോക്കും. ഈ നേരം 2 പേരും 2 സൈഡിലും മറഞ്ഞിരിക്കും. അതീ കിളവി കാണില്ല. അവൾ വീണ്ടും അകത്തേക്ക് പോയി. ഇവിടെ ഹീറോയിൻ വീൽ ചെയർ ഒരു വിധന ഹെൻറി ഇരിക്കുന്ന, ഹെൻറി എന്നല്ലവന്റെ പേര്, എന്നിരുന്നാലും എന്റെ മനസ്സിൽ മാത്രമല്ല പൗളിന്റെ മനസ്സിലും അവന്റെ പേര് ഹെൻറി തന്നെയാണ്. അവന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഹെൻറിയുടെ കാലിലെ ചങ്ങലെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇവനെ വീൽ ചെയറിലിരുത്തും. അങ്ങനെ പതിയെ അവർ പുറത്ത് കടക്കാൻ ശ്രമിക്കും. താഴെ വീണ്ടും ആരോ വീടിന്റെ കതക് തട്ടും. ആരാണെന്ന് സൈക്കോ കിളവി ചെന്ന് നോക്കിയാൽ നമ്മുടെ ഹെൻറിയെ പൗള തേടി വന്ന പോലെ വേറൊരു പെണ്ണ് ഇവനെ അന്വേഷിച്ചു വന്നിരിക്കാം. ഉടനെ സൈക്കോ കിളവി ഫോൺ എടുത്ത് ഇവളെ നോക്കും. അതിലുള്ള പിക്കിലെല്ലാം മെലിഞ്ഞ ഈ പെണ്ണിരിക്കുന്നത്. നേരിൽ കാണാനാണെങ്കിലോ നല്ല വണ്ണമുണ്ട് അവൾക്ക്. അവൾ തന്നെയായിരിക്കും ഇവളെ എന്ന ഡൗട്ടിലാണ് ഇവള്. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലെങ്കിലും അവൾ അകത്തേക്ക് വിളിച്ചു വരുത്തും. ശേഷം വരുന്ന എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അവൾക്ക് മയങ്ങാനുള്ള പൗഡർ മിക്സ് ചെയ്ത ജ്യൂസ് കൊടുക്കാൻ നോക്കുമ്പോൾ ആ തടിച്ച് വേണ്ടെന്ന് പറയും. എന്നാൽ ശരി വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കും. അതും അവൾ വേണ്ടെന്ന് പറയും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവളുടെ ബോധം കെടുത്താം? അങ്ങനെ അവളോട് സംസാരിച്ച് അടുത്ത് വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അവളുടെ ദേഹത്ത് കുത്താൻ നിൽക്കുന്ന അതേ സമയം വീടിന്റെ കോളിംഗ് ബെല്ല് ടിങ് ടോങ്. ഉടനെ കയ്യിലുള്ള സൂചി പോക്കറ്റിൽ വെച്ച് അവൾ പോയി കതക് തുറക്കും. അത് മരിയും റയാനാണ്. എന്താ, ആരാ നിങ്ങള്? എൻ്റെ ചേച്ചി പൗള. അവൾ എവിടെയാ? എനിക്ക് അവളെ കാണണം, അവളോട് എനിക്ക് സംസാരിക്കണം. ഇത് കേട്ട് സൈക്കോ കിളവി അങ്ങനെ ഒരാളവിടെ വന്നിട്ടില്ല, നിങ്ങൾ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവർ രണ്ടാളും അത് മൈൻഡ് പോലും ചെയ്യില്ല. വേഗം അകത്ത് കയറി ചേച്ചിയെ തിരയാൻ ആരംഭിക്കും. ഇത് കണ്ട് ടെൻഷനായ കിളവി മരിയെ പിടിച്ചു വെച്ച് പോക്കറ്റിലുണ്ടായിരുന്ന സൂചി എടുത്ത് അവളെ കുത്താൻ ട്രൈ ചെയ്യും. അതേ നേരം റയൻ അവൻ കയ്യിൽ ഒരു സ്റ്റിക്ക് കരുതിയിട്ടുണ്ടായിരിക്കും. അതെടുത്ത് ഇവിടെ നോക്ക്, അവളെ നിങ്ങൾ മര്യാദയ്ക്ക് വിട്ടോ, ഇല്ലെങ്കിൽ ഇത് വെച്ച് നിങ്ങളുടെ തല ഞാൻ അട്ടിച്ചു പൊട്ടിക്കും. ഇതൊന്നും കേട്ട് കിളവിക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അവൾ വേഗം സൂചി പിടിച്ച കൈ വെച്ച് അവന്റെ മുഖത്ത് ആഞ്ഞൊരു കുത്തു കൊടുക്കും. ഇതോടെ പതുക്കൊന്ന് അവൻ താഴെ വീഴും. ശേഷം വീണ്ടും സൂചി എടുത്ത് അവളുടെ കഴുത്തിൽ കുത്താൻ നോക്കുന്ന നേരം പുറകിൽ നിന്ന് ആരോ കിളവിയെ അട്ടിച്ചു വീഴ്ത്തും. ആരാണെന്ന് നോക്കിയ ആ തടിച്ചി റയൻ താഴെ ഇട്ട സ്റ്റിക്ക് ഉപയോഗിച്ച് കിളവിയെ അടിച്ചു പൂസാക്കിയത്. ഈ സംഭവത്തിന് ശേഷം ഇവർ 3 പേരും നമ്മുടെ ഹീറോയിനെ അവിടെ മുഴുവൻ തേടാൻ ആരംഭിക്കും. അങ്ങനെ തേടി അവർ അവിടെയുള്ള ലിഫ്റ്റിന്റെ അടുത്തേക്ക് എത്തും. അതാണെങ്കിൽ പൂട്ടിക്കിടപ്പുണ്ട്. അതിന്റെ കീ എന്തായാലും കിളവിയുടെ കയ്യിലുണ്ടാവുമെന്നും പറഞ്ഞ് മരിയ വേഗം ഓടി വന്ന് കിളവിയുടെ പോക്കറ്റിൽ നിന്ന് ചാവി തപ്പി കണ്ടെത്തി അതും എടുത്ത് തിരിച്ച് ഇവിടെ വന്ന് ലിഫ്റ്റ് ഓപ്പൺ ആക്കി. അങ്ങനെ 3 ആള് ലിഫ്റ്റ് വഴി അടുത്ത ഫ്ലോറിലെത്തി. എത്തിയ പാടെ അവിടെ മുഴുവൻ ഹീറോയിനെ തേടി നടന്നു വരുമ്പോൾ ടക്കെന്ന് മരിയയുടെ മുഖത്ത് ആരോ അടിക്കും. അടിച്ചടിയിൽ അവൾ താഴെ മഴങ്ങി വീണു.
അടിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ പൗളയാണ്. ഇവൾ ആരാ എന്താണെന്ന് അറിയാതെ പേടിച്ചടിച്ചതാ. അതിനുശേഷം അനീതി അടിച്ചല്ലോ എന്നാലോചിച്ച് അവൾ കരയും. ഇപ്പോൾ തടിച്ച് അവനെ നോക്കി ഹെൻറി എന്ന് വിളിച്ച് 32 പല്ലും കാണിച്ച് ഈന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അയ്യോ എൻ്റെ പൊന്നു പെങ്ങളെ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഹെൻറി ഒന്നല്ല. ശരിക്കുള്ള ഹെൻറി ദാ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ഭയങ്കര മോശം പിടിച്ച ആളാ. അവനെങ്ങാനും ഇവിടേക്ക് വന്നാൽ നമ്മളെല്ലാവരുടെയും കഥ കഴിക്കും. വാ നമുക്ക് ഇവിടുന്ന് വേഗം പോകാമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സൈക്കോ ചെറുക്കൻ അവിടേക്ക് എൻട്രി അടിക്കും. സൈക്കോ ചെറുക്കനെ കണ്ടയുടനെ റയാൻ അവൻ ഏതോ പടത്തിലെ നായകനെ പോലെ നിങ്ങളെല്ലാവരും പോയിക്കോ, ഇവൻ്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് സ്റ്റിക്കും പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഇവരും വേറെ വഴിയില്ലാതെ മരിയെ താങ്ങി പിടിച്ച് അപ്പുറത്തെ വശത്തേക്ക് പോകും. ഇവിടെ റയാൻ സൈക്കോന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവൻ്റെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് കാണുന്നത്. കമ്പിവടിയുടെ അറ്റത്ത് നിറയെ ആണികൾ അടിച്ചു വെച്ചിരിക്കുന്ന നല്ല അടിപൊളി ഇൻസ്ട്രുമെന്റ്. ഇത് കണ്ട ചെറുക്കൻ പേടിച്ചു പോകും. ഇപ്പൊ സൈക്കോ അവൻ്റെ കയ്യിലുള്ള ആ വടിയെടുത്ത് റയാന്റെ മുഖം നോക്കി വീശിയടിക്കും. ഇതോടെ അവൻ്റെ മുഖം കീറി മുറിഞ്ഞ് വികൃതമായിട്ട് പോകും. അത് മാത്രമല്ല അവൻ്റെ കഥയും തീരും. ഇപ്പുറത്തെ ഇവർ 4 ആളും നടന്ന് ഒരു ഗേറ്റിന്റെ മുൻപിൽ വന്നു നിൽക്കും. ഇപ്പോൾ ആ തടിച്ച് ആ വാതിൽ തുറന്ന് ഇവരെല്ലാവരും അകത്ത് കയറി. അതിൻ്റെ ഉള്ളിൽ ഇനിയൊരു ഗേറ്റും കൂടി ഉണ്ട്. അതും അവൾ ഓപ്പൺ ചെയ്യും. വാ നമുക്ക് പോകാമെന്ന് അവൾ പറഞ്ഞു നിൽക്കുന്ന ടൈമിൽ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൈക്കോ പയ്യൻ വരും. വന്നാൽ മാത്രം അവൻ്റെ 2 കൈ ഉപയോഗിച്ച് തടിച്ചയുടെ കണ്ണ് അമർത്തി കുത്തി പിടിച്ച് ചൂഴ്ന്നെടുക്കും. ഇതെല്ലാം കണ്ട് ഹീറോയിൻ പേടിച്ച് കരയും. അങ്ങനെ തടിച്ചയുടെ കാര്യത്തിലും തീരുമാനം. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി വേഗം ഹീറോയിൻ അവളുടെ അനിയത്തിയെ എടുത്ത് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ പിന്നാലെ സൈക്കോ ചെറുക്കനും വരും. അവൻ വന്നയുടനെ അവൻ്റെ കയ്യിലുള്ള ആയുധം വെച്ച് അവളെ അടിക്കാൻ നോക്കും. കറക്റ്റ് ടൈമിന് അവൾ കുനിഞ്ഞ കാരണം അത് ചുമരിൽ പോയിട്ട് പതിക്കും. അതോടെ അവനെ കൊണ്ട് അത് എടുക്കാൻ സാധിക്കില്ല. ഉടനെ അവളുടെ അടുത്ത് വന്ന് അവളെ ചവിട്ടാൻ നോക്കുന്ന സമയം ഇവളുടെ അനിയത്തിയുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അത് റിങ് ചെയ്യും. ആ ശബ്ദം കേട്ടതും അവളെ അടിക്കാതെ അവൻ ഫോൺ എടുക്കും. ഇവൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ അല്പം മ്യൂസിക് താല്പര്യമുള്ള ആളാണ്. ഇവൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ വീഡിയോ കോളിൽ വന്ന് ഇവരുടെ അപ്പയാണ്. അപ്പ ആരാ ഫോൺ എടുത്തതെന്ന് കേൾക്കും. പക്ഷെ ഇവൻ മറുപടി പറയില്ല. ഇന്നേരം ദൂരത്ത് നിന്ന് ഹീറോയിൻ ഞാനാ അപ്പ. അപ്പോൾ മരിയ എവിടെ? അവളെവിടെ പോയി? അവളിവിടെയുണ്ട്, അവൾക്കൊന്നും കുഴപ്പമില്ല. ശരി, നീ ദൂരത്ത് നിന്ന് സംസാരിക്കാതെ അടുത്ത് വന്ന് ഫോൺ പിടിച്ച് സംസാരിക്കേ. ഇവളും പേടിച്ച് അടുത്ത് വന്ന് നിന്ന് വീൽ ചെയറിലിരിക്കുന്ന നമ്മുടെ ഹെൻറിയെ ലവ് ചെയ്യുന്ന കാര്യം അവതരിപ്പിക്കും. അപ്പ അവൻ അപ്പയെ പോലെ തന്നെ നല്ല മനസ്സുള്ളവനാ. അവനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവനെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഇത് കേട്ട് സൈക്കോയ്ക്ക് മൊത്തത്തിൽ പ്രാന്ത് പിടിക്കും. കോപം കൊണ്ട് അവൾ അടിക്കാൻ വരുന്ന സമയം ഹീറോയിൻ്റെ അനുജത്തി അവൾ പാടാൻ ആരംഭിക്കും. ഒപ്പം ഹീറോയിനും. ഇത് കേട്ടതോടെ സൈക്കോ മ്യൂസിക്കിൽ ലയിച്ച് ആസ്വദിച്ച് ആടിക്കൊണ്ടിരിക്കാം. ആ ഒരു ഗ്യാപ്പിൽ അനിയത്തി ചുമരിൽ പതിച്ച അവൻ്റെ കമ്പി വടിയെടുത്ത് ഇവൻ്റെ മുതുകിൽ നോക്കി ഒറ്റ അടി. അടിച്ചടിയിൽ വേദന കൊണ്ട് അവൻ ചുരുണ്ടുപോകും. ഈ അവസരം മുതലെടുത്ത് ഇവർ 3 ആളും ലിഫ്റ്റിൽ താഴേക്കെത്തും. അവിടെ നേരത്തെ അടിച്ചൊതുക്കി കിടത്തിയ സൈക്കോയുടെ അമ്മയെ കാണുവാനില്ല. എവിടെ പോയി ആ സൈക്കോ കിളവിയെന്നും വിചാരിച്ച് ഇവർ തേടി നടക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കിളവി മരിക്ക് നേരെ വെടി പൊട്ടിക്കും. അത് അവളുടെ ഷോൾഡറിൽ കൊള്ളും. ഇതേ സമയമാണ് ഒരു ട്വിസ്റ്റ് ഇവിടെ പൊട്ടിക്കുന്നത്. അതായത് ഈ സൈക്കോ കിളവി നമ്മുടെ നായകൻ ഹെൻറിയുടെ കൂടെ അമ്മയാ. ആ സ്ത്രീക്ക് 2 മക്കളുണ്ടായി. അതിലൊരുത്തിന് കാലിന് വയ്യാത്തതും മറ്റൊരുത്തൻ മുതുകിൽ കൂനുള്ള വികൃത രൂപത്തിലുള്ള ഒരുത്തനാ. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഇത്രയും നേരമായി നീ എന്തുകൊണ്ട് ഈ വൃത്തികെട്ട സ്ത്രീ നിന്റെ അമ്മയാണെന്ന് പറഞ്ഞില്ല? എടി ഞാനത് പറയാൻ വന്നതാ. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മരിയ വീൽ ചെയർ സൈക്കോ കിളവിക്ക് നേരെ തള്ളിവിടും. വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സൈക്കോ കിളവി വെടിവെക്കും. അയ്യോ, തൻ്റെ മകനെ തൻ്റെ കയ്യിലെ വെടിവെച്ചല്ലോ എന്നാലോചിച്ച് കിളവി പരിഭ്രാന്തിപ്പെട്ട് നിൽക്കുന്ന നേരം മരിയ അവിടെയുള്ള ബോട്ടിലെടുത്ത് സൈക്കോ കിളവിയുടെ തലയിൽ ഒറ്റടി. ഇതോടെ സൈക്കോ കിളവിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കുറച്ച് ദൂരത്തേക്ക് തെറിച്ചു വീണു. ശേഷം കിളവിയുടെ തല പിടിച്ച് മരിയ തറയിൽ പട്ടയെന്നടിക്കും. ഇതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ അടുത്ത് അവൾ തോക്കെടുത്ത് തായു എന്ന് പറയും. അവളുടെ ശ്രദ്ധ കിളവിയിൽ നിന്ന് മാറിയ അടുത്ത സെക്കൻഡ് സൈക്കോ കിളവി അവിടെ കിടക്കുന്ന ചില്ല് കഷ്ണെടുത്ത് മരിയയുടെ കഴുത്ത് അറുത്തു മുറിക്കും. ഇതോടെ വളരെ കൊടൂരമായ രീതിയിൽ അനീതി മരണപ്പെട്ടു. ഇത് കണ്ട് ഹീറോയിൻ ഭയങ്കരമായിട്ട് അലറിക്കരയും. ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ചെറുക്കൻ മരിച്ചു, മറു സൈഡിൽ അവളുടെ സ്വന്തം അനീതി മരിച്ചു കിടക്കുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുക അവള്. അവസാനം എല്ലാത്തിനും കാരണക്കാരിയായ ഈ സ്ത്രീയെ കൊല്ലണമെന്ന് വിചാരിച്ച് തോക്കെടുക്കാൻ അവൾ ഓടി വരും. അതിനും സ്പീഡിൽ സൈക്കോ കിളവി തോക്കെടുക്കാൻ പാഞ്ഞു വരും. അങ്ങനെ തോക്കും പിടിച്ച് 2ഉം കൂടി അടിപിടി മൽപ്പിടുത്തം നടത്തും. ഇതിൻ്റെ ഇടയിൽ കുരുട്ടുബുദ്ധിക്കാരിയായ സൈക്കോ കിളവി നമ്മുടെ ഹീറോയിൻ്റെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ, അതിന് മനഃപൂർവ്വം ചവിട്ടും. അതോടെ വേദന കൊണ്ട് തോക്കിൽ നിന്ന് പിടിവിട്ട് അവൾ താഴെ വിടും. ഈ ടൈമിൽ ഗണ്ണും പിടിച്ച് പൗളെ വെടിവെക്കാൻ സൈക്കോ കിളവി നിൽക്കുന്ന സമയം അവിടേക്ക് സൈക്കോ ചെറുക്കൻ വരും. അവൻ്റെ മുതിൽ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. അത് കണ്ട അമ്മ ഇതിനെല്ലാത്തിനും കാരണക്കാരി ഇവളാണെന്ന് പറഞ്ഞ് പട്ടേ എന്ന് അവൾ അടിക്കും.
മോനെ, ഇവളെ നീ കൊണ്ടുപോയി നിന്റെ ഇഷ്ടത്തിന് നിന്റെ ആഗ്രഹം നിറവേറ്റുന്നത് വരെ ഉപയോഗിച്ചോ. ഇത് കേട്ട് അവൻ മനസ്സിൽ എന്ത് വിചാരിച്ചെന്നറിയില്ല. അമ്മയെ പിടിച്ചു വെച്ച് അവളുടെ 2 കൈയും ഒട്ടിച്ചു നുറുക്കും. ശേഷം അമ്മയെടുത്ത് ചുമരിൽ കയറ്റി അട്ടിച്ചടിച്ച് ക്രൂരമായ രീതിയിൽ കൊല്ലും. ഇവൻ ഇത് എന്തിനാ ചെയ്തതെന്നറിയില്ല. ഒരു പക്ഷെ ഇവൻ ഇത്രയും മോശക്കാരനാകാൻ കാരണം ഇവന്റെ അമ്മയാ. തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കാതെ അതിന് വേണ്ട വിധം സപ്പോർട്ട് ചെയ്യാണ് ആ സ്ത്രീ ചെയ്തത്. അതായിരിക്കണം. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവൻ വെറുതെ വിടും. അവൾ ഉള്ള ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള അവളുടെ അപ്പയെ കാണാൻ അവൾ വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് അവളുടെ മൊബൈലിൽ നിറയെ ഡേറ്റിംഗ് ആപ്സ് ഉണ്ടല്ലോ, അത് ഓരോന്നോരോന്നായി ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ലാസ്റ്റ് ഒരു മെസ്സേജ് വരും, നിങ്ങൾക്ക് അനുയോജ്യമായി ജോഡി എന്നും പറഞ്ഞിട്ട്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബൈ.